പെത്തഡിൻ, പിന്നെ ബ്രൗൺ ഷുഗറും. No, I have quit all this. Please don't. പാവം, താൻ പാവമാണ്, ഭീരു. പക്ഷേ തന്നെപ്പോലൊരു പാവം ഭീരുവിന് ഒരു കാലത്ത് ഒരു രഹസ്യം സൂക്ഷിക്കാൻ കഴിയില്ല. സോ മറ്റൊരു വഴിയില്ലാതെ പോയി. സോറി. Come on, let's go for a ride. നാളെ ഡോക്ടർ കുമാർ ലീവ് കഴിഞ്ഞ് ജോയിൻ ചെയ്യും. അതും പിന്നെ ദാ ഈ പോണതും എല്ലാം ഭദ്രമായിരിക്കും അയാളുടെ കയ്യിൽ. എ ക്ലീൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അത് അയാൾ മാനേജ് ചെയ്തോളൂ. നോ ഡൗട്ട്സ്, നത്തിങ്. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. Easy, man. Easy. Now, be seated and take charge. Okay? You want this? No. Naughty boy. Now, be a good boy and drive carefully. Understand? Carefully. മയക്കുമരുന്ന് ലഹരിയിൽ കാർ ഓടിച്ച് ഡോക്ടർ സ്വയം മരണം വരിച്ചു. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട് മതാന്ധനായി കാർ ഓടിച്ച് നഗരത്തെ കിടുകിടെ വിറപ്പിച്ച ഡോക്ടർ വിജയകുമാർ ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. ഒപ്പം ബ്രൗൺ ഷുഗറുമുണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. മുൻപൊരിക്കൽ മെഡിക്കൽ കോളേജ് ആശുപത്രി സ്റ്റോറിൽ നിന്ന് ആയിരക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള പെത്തഡിൻ മരുന്ന് മോഷ്ടിക്കപ്പെട്ട കേസിൽ സംശയിക്കപ്പെട്ടിരുന്ന ഇയാൾ പിന്നീട് മോർണിംഗ് ബെഡല്ലേ? തങ്കച്ചൻ സാറിനെ ഒന്ന് തരുമോ പ്ലീസ്? അതെ, തങ്കച്ചൻ സ്പീക്കിംഗ്. ആരാണ്? അല്ല സാർ, ഇന്നത്തെ പത്രത്തിലെ ഡോക്ടറുടെ മരണത്തെ കുറിച്ച് അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതെ, അതിലെന്താണ് പ്രശ്നം? എടാ, ഒരുത്തൻ ചത്താൽ പോലും അല്പം മര്യാദയുള്ള ഭാഷയിൽ എഴുതി കൂടാ നിനക്ക്? എടാ പനപ്പൊൽ. ഏയ്, നിങ്ങൾ ആരായി സംസാരിക്കുന്നത്? എടാ പുല്ല, ഇത് ഞാനാ, നിന്റെ അപ്പൻ കണ്ടക്കുഴി പത്രോസ്, നിന്റെ ഫൗണ്ടർ എഡിറ്റർ. ഹലോ, ഇത് ആരാണെന്ന് മനസ്സിലായില്ലല്ലോ. പ്ലീസ് മനസ്സിലാക്കി തരാമടാ.
ഡിസ്ട്രിക്ട് കളക്ടർ തേവളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. അയ്യോ, ഡിസ്ട്രിക്ട് കളക്ടറാണോ? കൊള്ളാം. ഞാൻ വിചാരിച്ചു. ഹ, വച്ചിട്ട് പോടാം പരമനാളി. അല്ല സാർ, അയാൾ ഇനി ഇത് വെച്ച് വല്ല... നോ, വിളിച്ചത് കളക്ടറാണെന്ന് അവൻ ജന്മത്ത് വിശ്വസിക്കാൻ പോണില്ല. നീ അഥവാ വിശ്വസിച്ചാൽ തന്നെ ദാറ്റ് ഇസ് ഹിസ് പ്രോബ്ലം, നോട്ട് മൈൻ. കൂടിപ്പോയാൽ അവൻ കളക്ടറുടെ പേരും പറഞ്ഞ് പത്രാധിപർക്ക് അജ്ഞാതന്റെ ടെലിഫോൺ ഭീഷണി എന്ന് നാളത്തെ മോർണിംഗ് ബേഡിൽ ഒരു 6 കോളം തലക്കെട്ട് കൊടുക്കും, അത്ര തന്നെ. ആ മിസ് മുഖർജി, ഇതും ട്രെയിനിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് എടുത്താൽ മതി. കളക്ടർ അല്ല, ചീഫ് സെക്രട്ടറി ആയാലും ശരി, ചില സിറ്റുവേഷനിൽ എടുത്ത് വീശാൻ ഇതുപോലെ 4 തൊട്ടിവാചകം പഠിച്ചു വെക്കുന്നത് നല്ലതാ. എങ്കിലേ ജീവിക്കാൻ പറ്റൂ ഈ പുലമാരുടെ കടയിൽ. ആ പിന്നെന്തായി നമ്മുടെ ടെലിഫോൺ ബൂത്ത് അന്വേഷണം? ഞാൻ പറയാൻ തുടങ്ങിയായിരുന്നു. ഗസ്റ്റ് റൂമിൽ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കം ഓൺ മാൻ, വാട്ട് ഇസ് ദ ട്വിസ്റ്റ്? ആ സാർ, ഇത് ബഷീർ. ഡേവിഡ്സ് റോഡിൽ പള്ളിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. ഇയാൾക്ക് ഒരു പരാതി ബോധിപ്പിക്കാൻ എന്നെ വന്ന് കണ്ടത്. യു ആർ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്. ഇല്ല സാർ, May 4th, അതായത് ലഹള നടന്ന ദിവസം, പെങ്ങളുടെ വളയിടിയിൽ പ്രമാണിച്ച് ഇയാൾ അന്ന് ബൂത്ത് തുറന്നിട്ടില്ല. പക്ഷെ അന്ന് രാത്രി ആരോ ബലം പ്രയോഗിച്ച് ഇയാളെ ബൂത്ത് തുറന്ന് ഫോൺ ചെയ്തു. പിറ്റേന്ന് തന്നെ ലോക്കൽ സ്റ്റേഷന് കംപ്ലൈന്റുമായിട്ട് ഇയാൾ ചെന്നതാ. ബട്ട് ഇയാളുടെ കഷ്ടകാലത്തിന് എന്തോ ഇൻസ്പെക്ഷൻ പ്രമാണിച്ച് DYSP ചാക്കോ വാസ് ദയർ. പറയണം. ഇടത്തോട്ട് മുണ്ടുടുത്തിരിക്കുന്ന കണ്ടിട്ട് ജി ജകളക്കാരനല്ലേടാന്നും പറഞ്ഞ് തുടക്കത്തിൽ തന്നെ 1-2 അടി അടിച്ചു സാർ. പിന്നെ കണ്ടാൽ അറിയാവുന്നവരുടെ ലിസ്റ്റ് പെടുത്താതിരിക്കാൻ സ്പോട്ടിൽ തന്നെ ഒരു 500 രൂപ കൈമടക്ക്. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ ആരെങ്കിലും കോൺസ്റ്റബിളന്മാരെയൊക്കെ ബൂത്തി പറഞ്ഞയച്ച് ആവശ്യം പോലെ 50-100 ഒക്കെ നിത്യപ്പിരിവ്. അതും പോരാഞ്ഞിട്ട് Now you come to it, man. സർ, No, just a minute. ബഷീർ പോയിക്കോളൂ. ഇനി ആരും ഉപദ്രവിക്കില്ല, ഞാൻ പറഞ്ഞോളാം. ഓ യെസ് സർ, ബൂത്ത് പൊളിച്ച് അകത്ത് കയറി ഫോൺ ചെയ്തത് മധുവാണ്, ഞാൻ ഊഹിച്ചു. ദാ കൃത്യം 10 മണി കഴിഞ്ഞ് 2 മിനിറ്റ് മധുവിന്റെ വീട്ടിലെ നമ്പർ. പിന്നെ ദാ ഇതാണ് സർ നമ്പർ. ഈസ് ഇൻ ദാറ്റ് ഫെമിലിയർ? യെസ്, ദാറ്റ് മീൻസ് മരിക്കുന്നതിന് കുറച്ച് മുൻപ്, അല്ലെങ്കിൽ ലഹള തുടങ്ങുന്നതിന് മുമ്പ് മധു കമ്മീഷണർ ശങ്കറുടെ വീട്ടിലേക്ക് ഫോൺ ചെയ്തിരുന്നു. ഒരുപക്ഷെ നേരിട്ട് സംസാരിച്ചിരുന്നു. What does that mean, sir? സിമ്പിൾ. ലഹളയ്ക്ക് മുൻപും പിൻപും ഇവിടെ നടന്ന സംഭവങ്ങളിൽ കമ്മീഷണർ ശങ്കർ ഈസ് ഇൻവോൾവ്. ഉറപ്പാണത്. Oh, Christ. It's shocking. വേറെ നിവൃത്തിയില്ല. കയ്യെത്തി പിടിക്കാവുന്നതിനേക്കാൾ ഉയരത്തിലാണ് അയാൾ. പ്രസാദ് സർ, ഈ ഡോക്ടർ വിജയന്റെ പോസ്റ്റ്മോർട്ടം ഇറ്റ്സ് ഓവർ അല്ലേ? സർ, വൈകിട്ട് 4:30 കഴിഞ്ഞു. ബോഡി ബന്ധുക്കൾക്ക് He was drugged? Straight? സർ. Damn it. താൻ മലയാളം അയ്യോ? Yes, sir. But say, Then read this. Loud. Something sneaky in between the lines. ഈ റിപ്പോർട്ടിൽ എവിടെയോ ഒരു കുരുക്കുണ്ട്. Come on. മയക്കുമരുന്നിന്റെ ലഹരിക്ക് അടിമപ്പെട്ട് No, next para. കടുത്ത ഡോസിൽ ലഹരി മരുന്ന് സ്വയം കുത്തിവെച്ചാണത്രേ ഇയാൾ മരണക്കെണിയിലേക്ക് വാഹനം ഓടിച്ചു കയറിയത്. അതിശക്തവും മാരകവുമായ പെത്തഡിനാണത്രേ ഇയാൾ ഉപയോഗിച്ചത്. Yes. That's it. രാവിലെ 11 മണിക്ക് പോസ്റ്റ്മോർട്ടം തുടങ്ങി 4:30 മണിക്ക് അവസാനിച്ചു. ആൻഡ് ദ റിപ്പോർട്ട് ജസ്റ്റ് കെയിം, റൈറ്റ്? സർ. അപ്പൊ പിന്നെ ഇന്നലെ രാത്രി അച്ചടിച്ച് ഇന്ന് രാവിലെ 6 മണിക്ക് പുറത്തിറങ്ങിയ തങ്കച്ചന്റെ മോർണിംഗ് ബേഡിൽ മാത്രം ഇതെങ്ങനെ വന്നു? സംഭവം പെത്തടിനാണെന്ന് ഹൗ ദ ഹെൽ ഡസ് ഹി നോ? മറ്റൊരു പത്രത്തിലും വരാത്ത ഈ ഹിന്റ്. സർ, അതൊരു പക്ഷേ ഈ റിപ്പോർട്ടിൽ തന്നെ പറയും പോലെ മുൻപ് ഇയാൾ ഒരു പെത്തഡിൻ മോഷണ കേസിൽ അക്യൂസ്ഡ് ആയതുകൊണ്ട് ഇവർ ഊഹിച്ചതാണെങ്കിലോ? നോ, സംഭവം എനിക്കങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഊഹിച്ചതല്ലെങ്കിലോ? സിറ്റിയിലെ ട്രാഫിക് ചാർജ് തനിക്കല്ലേ? സർ. Then just kick him in. Stay with him. Part of your police training. അല്ല സർ. വഴിയുണ്ടോ? പറയാം. തനിക്കറിയില്ലേ ഈ നഗരത്തിലെ ഒരു 1-ാം കിട മദ്യപാനിയാണ് തങ്കച്ചനെന്ന്? Go. Grab him. പോക്കർത്തിനെ കാണിക്കുന്നു. ആ, അത് തന്നെ എനിക്ക് അങ്ങോട്ടും ചോദിക്കാനുള്ളത്. ഓ, നമ്മളാണോ ഇപ്പൊ ഇടിച്ചതാണല്ലോ? ആ, അതാണ് വാട്ടർ അടിച്ച് വണ്ടി ഓടിച്ചാലുള്ള കുഴപ്പം. ഞാൻ വാട്ടർ അടിച്ച തനിക്കെന്താടോ പ്രശ്നം? പ്രശ്നമുണ്ടല്ലോ.
അതെ, പോലീസുകാരനായാലും മന്ത്രിയായാലും പത്രക്കാരനായാലും വെള്ളം അടിച്ച് വണ്ടി ഓടിക്കാൻ പാടില്ല. ഈയിടയ്ക്ക് ഒരു മന്ത്രി അടിച്ച് പൂക്കുറ്റിയായി ട്രെയിനിൽ കിടന്ന് കലക്കിയില്ലേ, അതായിരിക്കും ഇൻസ്പിറേഷൻ. ആക്കുന്നോ പന്നപ്പോ. മൈൻഡ് യുവർ ലാംഗ്വേജ്. അയ്യോ, ഇവളേതാ ഈ പെങ്കൊച്ച്? പോലീസാണോ അതോ? Shut up, you sock. ഓ, ആ മതി മതി, പിടിച്ച് വണ്ടി കൊണ്ടിട. ഇത് പറയാനാണെങ്കിൽ പിന്നെ ആരെ കഴിവാറ്റാനാണോ താനൊക്കെ കാക്കിയിട്ട് നടക്കുന്നത്? ഫോൺ വെക്കണോ? ബ്ലഡി അറിയില്ല, ഒരുത്തനും അറിയില്ലത്രേ. ഗുഡ് ഫോർ നത്തിങ് ക്ലൗൺസ്. ഈ സിറ്റിയിലെ അറിയപ്പെടുന്ന ഒരു ജേർണലിസ്റ്റ് കസ്റ്റഡിയിലായിട്ട് 12 മണിക്കൂർ കഴിഞ്ഞു. എന്നിട്ടും അയാളെ കൊണ്ടുപോയത് എവിടേക്കാണെന്ന് അറിയില്ലത്രേ. കീഴട്ട് കഴുതകൾ. ഒരു IAS കാരൻ അവന്റെ പുറകെ കടിച്ചു വാലാട്ടി നടക്കാൻ ഒരു അസിസ്റ്റന്റ് കമ്മീഷണർ, പിന്നെ അവന്റെ ആസനം താങ്ങി കൊടുക്കാൻ നിന്നെ പോലുള്ള ചേറ്റകളും. നോക്കിക്കോ, ഇതിന്റെ പേരില് ഓരോരുത്തരെയും ഞാൻ അനുഭവിപ്പിക്കും. അല്ല സാർ, ഇനിയിപ്പോ നമ്മള് യെസ് കമ്മീഷണർ. ഓഹോ, താങ്ക് യു അനന്തൻ. എനിക്കറിയാം ദാറ്റ് ഗസ്റ്റ് ഹൗസ്. ഓക്കെ, ഞാനിപ്പോ തന്നെ പുറപ്പെടും. പോലീസിനെ കൊണ്ട് കൊള്ളില്ലെങ്കിൽ പിന്നെ വേറെ ആണുങ്ങളോട് തിരഞ്ഞു പിടിക്കാൻ. നോക്കിക്കോ, ഇവിടെ പോലീസിനെ ഭരിക്കുന്ന IAS ആണോ IPS ആണോ എന്ന് ഇന്ന് ഞാൻ തീരുമാനിക്കും. ഐ വിൽ പ്രൂവ് ദാറ്റ്. Come on, you please. യെസ് സർ. ഹോട്ട് സെൻസേഷണൽ ന്യൂസ്. മദ്യലഹരിയിൽ കാറോടിച്ച് നഗരത്തെ കിടുകിട വിറപ്പിക്കുകയും നഗരവീഥിയിൽ ഉടുമുണ്ടുരിഞ്ഞ് നഗ്നതാ പ്രകടനം നടത്തുകയും പോലീസിന് നേരെ കയ്യേറ്റത്തിന് ശ്രമിക്കുകയും ചെയ്ത മോർണിംഗ് ബേർഡ് പത്രാധിപർ കണ്ടക്കുഴി തങ്കച്ചൻ ഒടുവിൽ പോലീസ് വലയിലകപ്പെട്ടു. നാളത്തേക്ക് ഒരു 6 ഗുണത്തിന് വകുപ്പുണ്ട്. എന്താടോ, ഒന്ന് കൊടുത്തു നോക്കുന്നോ? എടോ കളക്ടറെ, MPയുടെ വക പാർട്ടിയും കഴിഞ്ഞ് വരുന്ന വഴിക്കാ എന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. സൂക്ഷിച്ചോ. കണ്ടോ, ഒരു ആവറേജ് മഞ്ഞപ്പത്രക്കാരനേക്കാൾ ശൗര്യമുണ്ട് കണ്ടക്കുഴിക്ക്. ആ പോട്ടെ തങ്കച്ച, ചൂടാവല്ലേ. നമുക്ക് ഈ കള്ളടിച്ച് വണ്ടി ഓടിച്ചത് അടക്കമുള്ള സകല ചാർജസും അങ്ങ് ഡ്രോപ്പ് ചെയ്യാം. പക്ഷെ ഒരു ചെറിയ കാര്യം, ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരം. എന്താ പറയൂ. പിന്നെ ഒരു പത്രസ്ഥാപനം വെച്ച് നടത്തുന്ന എന്നോടാണ് വരട്ട്. എടോ, തന്റെ ഈ പോലീസ് മുറ കണ്ട് പേടിക്കണമെങ്കിലേ തകച്ചം വേറെ ജനിക്കണം. കേട്ടോ ചൂത്ത. അവന്റെ ഒരു ഉണക്ക പത്രം, MP-യുടെ വക പാർട്ടി, MP-യുടെ കള്ളു കുടിക്കുന്നവരൊക്കെ പെരുവഴിയിലിറങ്ങി എന്ത് തലവഴിയും കാണിക്കാം. അല്ലെങ്കിൽ ഷാബി ട്രാഷി ഫോർത്ത് റേറ്റ് പത്രം വെച്ച് നടത്തുന്നതിന്റെ പേരില് നിനക്കൊക്കെ എന്ത് തന്തയിലാണ് ഞാൻ മാവാ. സർ പ്ലീസ്. സോറി. പറയടോ, ഡോക്ടർ വിജയന്റെ മരണത്തെ കുറിച്ച് തനിക്ക് എവിടെ നിന്ന് കിട്ടിയ ഡീറ്റെയിൽസ്? പെത്തഡിനും ബ്രൗൺ ഷുഗറും. പറയാം. നിന്നെ കഴിക്കാൻ പറ്റുമോ? I said take your hands off him, you fool. You
IAS അഹങ്കാരം വെച്ച് എന്ത് തെണ്ടിത്തരവും കാണിക്കുന്ന ഈ ചെറ്റർ തണലാവുമ്പോ നിനക്ക് എന്തുവാ അല്ലടാ? Think he's weak. Now I am taking him. ജില്ലാ പോലീസ് കമ്മീഷണറുടെ അധികാരം വെച്ച് show me what you can. വാടോ. Mr. Commissioner. Thank you. I should thank you. എന്തിനാണെന്നല്ലേ പറയാം. മരണത്തിലേക്ക് കാർ ഓടിച്ചു കയറിയ ഡോക്ടർ വിജയന്റെ സിരകൾ ഓടിയിരുന്നത് പെത്തഡിനും ബ്രൗൺ ഷുഗറുമാണെന്ന് പ്രവചിച്ച ത്രികാലജ്ഞാനിയെ പറ്റി ഇയാൾ പറയാതെ തന്നെ ബോധ്യപ്പെടുത്തി തന്നതിന്. And it's you. You have answered the question with your presence. എനിക്കറിയാം, ഒളിച്ചു പിടിക്കപ്പെടാനുള്ള ഒരുപാട് സത്യങ്ങൾ ഇവന്റെ നാവിൻ തുമ്പിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ ലൗസി ഗോസിപ്പ് മങ്കറെ രക്ഷിച്ചെടുക്കാൻ നീ ഇത്ര ബന്ധപ്പെട്ട് ഇവിടെ വരില്ലായിരുന്നു. Right? Clap. Okay. Now you leave him. What the hell? Please don't create any fuss. Don't shout and don't panic. I am arresting him. What? Section 44 CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡിന്റെ 44-ാം വകുപ്പ് ഉപയോഗിച്ച് എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ ജില്ലാ കളക്ടർ തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നു എന്ന്. Does that make any sense, Mr. Commissioner? വെറുതെ അല്ലടോ. On multifarious charges. That is, for driving under the influence of alcohol. Section 185 Motor Vehicles Act. Punishable as per Section 279 of the Indian Penal Code. കള്ളു കുടിച്ച് വണ്ടി ഓടിച്ചതിന്. Then for resisting lawful apprehension. Section 41(1) ECRPC and 224 IPC. പിന്നെ പൊതുസ്ഥലത്ത് ഉടുമുണ്ടൊരിഞ്ഞെറിഞ്ഞതിന് offense to public tranquility 292 IPC and section 353 IPC for assaulting a police officer. നിങ്ങളിൽ ഒരുത്തനെ ചെകിടത്തടിച്ചതിന്. പിന്നെ ആ പത്ര റിപ്പോർട്ടിലെ സൂചനകളുടെ പേരിൽ വേണ്ടി വന്നാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലെ റെലവന്റ് വകുപ്പുകളും. എന്താ എന്റെ നിയമപരമായ ഔദ്യോഗിക അധികാരങ്ങൾ ലംഘിച്ച് ഇവനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോകാൻ ചങ്കൂറ്റമുണ്ടോ തനിക്ക്? Then come on, do it. നിന്റെ ഈ ധിക്കാരമുണ്ടല്ലോ, നിയമപരമായ അധികാരം വെച്ചുള്ള ഈ തിളപ്പ്, ഇതിന് ശങ്കർ മറുപടി പറയുന്നത് ഈ യൂണിഫോമിന്റെ ബലം വെച്ചായിരിക്കില്ല. പകരം നിന്നെയൊക്കെ ചവിട്ടിയരയ്ക്കാൻ കെൽപ്പുള്ള പൊളിറ്റിക്കൽ സ്ട്രെങ്ത് വെച്ചായിരിക്കും. നോക്കിക്കോ. പൊളിറ്റിക്കൽ സ്ട്രെങ്ത്. നിന്നെ പോലെയുള്ളവന്റെ ഒക്കെ പിടിപാടിന്റെ പേര് സ്ട്രെങ്ത് എന്നല്ല. ഇറ്റ്സ് സ്ലേവറി, ഇറ്റ്സ് കാസ്റ്ററേഷൻ. വരിയുടയ്ക്കപ്പെട്ടവന്റെ അടിമത്തം. അമ്മയെ ചൂണ്ടിക്കാണിച്ച് കൂട്ടിക്കൊടുക്കാൻ പറഞ്ഞാൽ അതിന് മറപ്പില്ലാത്തവന്റെ ഷണ്ടത്വം. Now take your ugly hands off, you nasty ass. പുല്ലേ, ദായി അഴിച്ചിട്ടിരിക്കുന്ന മുണ്ടുണ്ടല്ലോ, ഇതെടുത്ത് ആണുങ്ങളെ പോലെ അന്തസ്സായിട്ട് മടക്കി കുത്താനും അറിയാം ഈ ജോസഫിന്. നിനക്കതറിയില്ല. Now you just wait and see. Good morning, sir. ഗുഡ് മോർണിംഗ്. എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. ഐ ആം സഞ്ജയ്. From Bombay? Yeah. Welcome, sir. സർ, സിഗരറ്റ്. താങ്ക് യു. Room number 502. യോ കീ സർ. എക്സ്ക്യൂസ് മീ, കഴിഞ്ഞ രാജ്യത്തെ ലോക്കൽ എഡിഷൻ പത്രങ്ങളുടെ ഒരു കോപ്പി എനിക്ക് റൂമിൽ എത്തിച്ചു. Sure.
ആ യെസ് കണക്ട് ചെയ്യൂ. സർ, ഹലോ ആ എസ് ഐക്ക് ഒന്ന് കൊടുക്കാമോ? ഗുഡ് മോർണിംഗ് സർ, ഐ എം സഞ്ജയ് ഫ്രം ബാംഗ്ലൂർ. സാർ, എനിക്ക് ആ ഡോക്ടർ വിജയന്റെ മരണത്തെക്കുറിച്ച് ചില ഡീറ്റെയിൽസ് അറിയാനുണ്ടായിരുന്നു. നോ ബന്ധുവല്ല, ഐ ആം ഫ്രം ദി പ്രസ്. ഇല്ല, ഡ്രഗ് അഡിക്ഷനെ കുറിച്ച് ഞാൻ ഒരു ജനറൽ ഫീച്ചർ തയ്യാറാക്കുന്നു. യെസ്, ദാറ്റ്സ് ഇറ്റ്. കാൻ യു ഹെൽപ് മീ? ഓഹോ, ദെൻ ഇൻവെസ്റ്റിഗേഷൻ ചാർജ് ആർക്കാണ് സർ? അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ. ഡിവൈഎസ്പി ചാക്കോ. ഇവിടെ ഇപ്പൊ തനിക്ക് തരാനായിട്ട് എന്റെ ഒരു വിവരമില്ല, ഒരു പൂട്ടുമില്ല. ഗ്യാസിന് ഇവരാ പോസ്റ്റ് താറാമുട്ട. പ്ലീസ്, എനിക്കങ്ങനെ കൂടുതൽ വിവരമൊന്നും വേണ്ട. ഈ ഡോക്ടർ വിജയന്റെ മാത്രം. ഓ, അല്ലെങ്കിൽ തന്നെ കുറെ പത്രക്കാരൻ ഉരത്തിയാലുടനെ നാട്ടിലെ കഞ്ചാവോടെയും ചരസടിയും അങ്ങ് നിൽക്കാൻ പോവല്ലേ. താ പോയി ചുമ്മാ വല്ല കെട്ടുകഥ എഴുതി വിടറോ. ചേട്ടാ പുല്ലേ, ഇയാളെ ചെവിക്കകത്ത് എന്നതാ ഉണ്ടയാണോ? ഈ കേസിന്റെ കാര്യം പറഞ്ഞ കളക്ടറും അയാളുടെ പിടിച്ചുവെപ്പുകാരൻ ACP-യും പിന്നെ അവന്റെ കൊച്ചമ്മാവന്റെ മറ്റവൻ എല്ലാവരും കൂടെ അല്ലെങ്കിൽ തന്നെ കൂടെ നല്ല പുകല. അന്നേരമാ പിന്നെ തന്റെ ഒരു അല്ല, ഈ പ്രശ്നത്തിൽ എന്താ സാർ കളക്ടറും മറ്റും ഇടപെടാൻ? അയ്യടാ, അതിനിടയ്ക്കോട്ട് ഇയാളൊരു ചോദ്യം അങ്ങ് തള്ളി നോക്കുക. കയറുവോ ഒന്ന്? എടോടോ, താനൊന്ന് എഴുതേറ്റെ. മിസ്റ്റർ ചാക്കോ. ആഹാ, സാറേന്ന് വിളിച്ചവൻ ഇപ്പൊ മിസ്റ്റർ ചാക്കോന്നാ. അവിടുന്ന് പോണേപ്പാ. മര്യാദയ്ക്ക് പറഞ്ഞ നിനക്ക് മനസ്സിലാവില്ല അല്ലേ? പട്ടി ഓടിച്ചു നിന്നെ ഞാൻ. എടുക്കടാ കയ്യെ. കൈയെടുക്കടാ. ഇത്രയും നേരം നിന്റെ വായിന്ന് വീണ നാരത്തരം മുഴുവൻ കേട്ടിരുന്നപ്പോ ഞാനത് ദൂത്ത പത്രക്കാരാന്ന് വിചാരിച്ചു. എടോ, നിന്റെ ഈ തോളത്തിരിക്കുന്ന നക്ഷത്രവും കോപ്പും ഒക്കെ ഉണ്ടല്ലോ, ഇതിന്റെ അപ്പുറത്തെ നക്ഷത്രം പുല്ല് പോലെ വലിച്ചിട്ട് പോന്നവനെ ഞാൻ. അറിയോടോ തേണ്ടി. ഞാൻ അറിയാതെ. ഇപ്പൊ നീ ഒന്നും അറിയണ്ട, പക്ഷെ ഇനി ഞാൻ വരും. അന്ന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ മണി പോലെ ഉത്തരം പറഞ്ഞ് ഇടിച്ചു നിന്റെ പൊണ്ടഞ്ഞ നടക്കും. അറിയാടോ.